ചുണ്ട് ഭയങ്കര പിഗ്മെന്റഡ് ആണോ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കാൻ വന്ന റെമഡി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലിപ് കെയറിനെ കുറിച്ചാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് പേര് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ പല ബ്രാൻഡ്സിന്റെ ലിപ്സ്റ്റിക്സ്, അത് ലിക്വിഡ് ആയാലും ക്രയോൺ ആയാലും നമ്മൾ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടിന് നല്ല രീതിക്ക് ഡാർക്ക്നെസ്, അതായത് പിഗ്മെന്റേഷൻ വരാനും അതുപോലെ എന്താ പറയാ ഡ്രൈനെസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതായത് ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ പല പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ മാറാനാണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈനെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് പല പ്രൊഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് വീട്ടിൽ നമ്മുടെ DIY, അതായത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് മാറ്റാവുന്ന എന്താ പറയാ സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിൽ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു കുറച്ച് സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയണ പിഗ്മെന്റേഷൻ ഒക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. ഞാൻ ഈ പറയുന്ന സൊല്യൂഷൻ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താ റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പൊ ഗൈസ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രബിംഗ് ആണ്. ലിപ്പ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പൊ അതിന് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കാപ്പിപ്പൊടിയാണ്. ഈ ഒരു ബ്രൂവിന്റെ 2 രൂപയുടെ ഈ ഒരു ബ്രൂവിന്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പൊട്ടിക്കാം. നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഗൈസ്, നമ്മളൊരു പാത്രത്തിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി ബ്രൂ ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ 2 രൂപയുടെ കോഫി, നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി ബ്രൂ ആണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നമ്മുടെ ചുണ്ടിന് ആവശ്യമായിട്ടുള്ളത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് ഓയിലാണ്. പാരച്യൂട്ടിന് കുറച്ച് ഓയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി, സ്ക്രബിന് വേണ്ടി എടുത്തേക്കുന്നത് കേട്ടോ. ശരിക്കും മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഒട്ടും ഇങ്ങനെ ഉരച്ച് പൊട്ടിക്കാൻ നിൽക്കരുത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലിപ്പ് ഒന്നും കൂടി ഡാമേജ് ആവുള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്ത് ഡെഡ് സ്കിന്നൊക്കെ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 2 to 3 minutes നമുക്ക് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് എന്താ പറയുക ഇത് സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. മതി. ഒരു 2 to 3 minutes വരെ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റിമൂവ് ആക്കാം. അപ്പൊ ഗൈസ്, ചുണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാക്ക് റെഡിയാക്കാന്നുള്ളതാണ്. അപ്പൊ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മെയിൻ ആയിട്ട് നമ്മുടെ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് മഞ്ഞളാണ്. അപ്പൊ കുറച്ച് മഞ്ഞൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എന്താണ്, ഷുഗറാണ് കേട്ടോ. ഇതിന് നമ്മൾ കുറച്ച് പഞ്ചസാര, പൗഡേർഡ് ഷുഗർ, അതായത് പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ടി തൈര് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ. ഇനി അതല്ലെങ്കിൽ തേൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അത് നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് റോസ് വാട്ടറാണ്. തൈര് എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. അപ്പം ഞാൻ റോസ് വാട്ടറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ശരിക്കും മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ കുറച്ച് മഞ്ഞളും അതുപോലെ അതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാരയും പിന്നെ കുറച്ച് റോസ് വാട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരമായിട്ട് തൈരോ അല്ലെങ്കിൽ തേനോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇത് ഇട്ട് കൊടുക്കാം ചുണ്ടിലേക്ക്. ഇത് നമുക്കൊരു ഇത്തിരി തന്നെ വെച്ചോണ്ടിരിക്കും. ഇത് നമുക്കൊരു എന്താ പറയാ ഇത് നമുക്കൊരു 3 to 5 minutes വരെ വെച്ചോണ്ടിരിക്കാം കേട്ടോ. നിങ്ങളിത് പോയി. അപ്പൊ ഗൈസ്, നമ്മളിത് ഒരു മാസത്തിൽ നമ്മൾ 2 പ്രാവശ്യമൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ പിഗ്മെന്റേഷൻ പെട്ടെന്ന് മാറും കേട്ടോ. പിന്നെ സ്ക്രബ് നിങ്ങൾ വീക്കിലി വൺസ് എങ്കിലും ചെയ്യാൻ നോക്കാം.
ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ റിമൂവ് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ പാക്ക് റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നല്ല സോഫ്റ്റ് ആയി. അപ്പൊ ഇനി പതുക്കെ നമ്മൾ എന്താ പറയുക, മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്ക്രബും നമ്മൾ വീക്ക്ലി നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഇനി ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലുള്ളത് തന്നെയാണ് ഈ നെയ്യ് എന്ന് പറയുന്നത്. ഈ നെയ്യ് ഉറച്ചെടുക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു നെയ്യ് ഉണ്ടല്ലോ, നമ്മുടെ നെയ്യ് എടുക്കാം. കുറച്ച് നെയ്യ് എടുക്കാം. എന്നിട്ട് ഇത്തിരി ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഫൈനലായിട്ടുള്ള നമ്മുടെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞേക്കാണ്. പറഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു 10 മിനിറ്റ് മതി നമ്മൾ ഇതിന് ഇരിക്കാന്നുണ്ടെങ്കിൽ. നമ്മുടെ ചുണ്ടിന് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ചുണ്ട് നമുക്ക് നല്ല രീതിക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഗൈസ്, ഫസ്റ്റ് നമ്മൾ സ്ക്രബ് ചെയ്തു, രണ്ടാമത് നമ്മളൊരു പാക്ക് ഇട്ട് കൊടുത്തു, മൂന്നാമത് നമ്മൾ കുറച്ച് നെയ്യ് നമ്മൾ ലിപ് ബാം പോലെ, അതായത് നമ്മൾ ചുണ്ടൊന്ന് മോയ്സ്ചർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ പാക്ക്. സിമ്പിൾ ആണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.